ഹലോ, അപ്പോൾ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിപാടി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വാവേനെയും കൊണ്ട് അതിലിടയ്ക്ക് മോളെ പ്രസവിക്കുന്നതിന് മുന്നേ അതും കൊണ്ട് തന്നെ എടുത്തത്. പക്ഷെ പ്രസവിച്ച ശേഷം എന്ന് വെച്ചാൽ വാവേനെയും കൊണ്ട് നോക്കേണ്ടിയോ ഭക്ഷണം വെക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ രാവിലെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്ക് പോക്കാന്ന്, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഒരു വലിയ കുന്നെല്ലാം കയറിച്ചോണം അടുത്തേക്ക് പോവേ. രാവിലെ അല്ലേ തൊട്ടി. അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ടാണ് പോവാം. അപ്പോൾ ആടെ തന്നെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കലാന്ന് വെച്ചാൽ ഈ കുന്നും കയറി രാവിലെ ചായയും കഞ്ഞിയും ഉച്ചക്ക് ചോറ് വൈകിട്ട് ചായ എല്ലാം കൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ രാവിലെ പോവും. വാവേനെയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും വാവനെ പിന്നെ വീട്ടിലാക്കാനാവാത്തത് കൊണ്ട് വാവനെയും കൂട്ടും. ഫുള്ള് ചളിയും കൊത്തിയല്ലാന്ന് അതിൻ്റെ അകത്ത് നല്ല ഇങ്ങനെ വാവനെല്ലാം നോക്കി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കല. അങ്ങനെ നമ്മളിതാ ഈ കാട്ടിലേക്കൂടെ കുന്നെല്ലാം കയറി ഇങ്ങനെ പോക്കാം. ആ ഉണ്ണേട്ടനും നെയ്ത് കിട്ടിയതാ. തനൂട്ടി വന്നിട്ടില്ല, കുന്ന് കയറാൻ കയ്യല്ലെന്ന് പറഞ്ഞ്. അയ്യോ കിതക്കുന്നുണ്ടോ? കാണിച്ചു തരാം കേട്ടോ. കുന്ന് എന്താ നല്ല കാടാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെയാണ് കേട്ടുപോ. പിന്നെ ആരെല്ലാം പറഞ്ഞിട്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നല്ലോ. നോക്കുമ്പോൾ എനിക്ക് ഒറ്റക്ക് മരണപ്പെടുക കേട്ടാ. അപ്പം രണ്ടാളില്ലേ ഉണ്ണേട്ടനും. അവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ, പക്ഷേങ്കിൽ എത്തിപ്പെട്ടാൽ നല്ല സ്ഥലമാട്ടോ. അത് കാണാനുള്ള നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ വീഡിയോയിൽ അടിപൊളിയാണ്. വീട്ടിലെത്തിയിട്ട് എടുക്കാം കേട്ടോ ബാക്കി. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ കുന്നുമ്പോൾ എത്തിയേട്ടാ. അപ്പോൾ ഏകദേശം ഇത്രയും പുറക്ക് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അറിയാം ഉള്ളിൽ അതൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴേ ഇങ്ങനെ കണ്ട ഇങ്ങനെ കാണാം. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല വ്യൂ ആണ്, അടിപൊളിയാട്ടോ. ഞാനത് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയേട്ടാ. അപ്പോൾ നമ്മളിവിടെ എത്തിയേട്ടാ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുന്ന് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്ടാ. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടുന്ന് കളിക്കാൻ കിടത്തു. അല്ലെങ്കിൽ ഇന്ന് ഇത് റൂം വെള്ളം തരാം. അപ്പോൾ ഇതാ ഇവിടെ കിടത്താൻ വെച്ചിട്ടുണ്ടാ. ഞാൻ പായലിട്ടിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിടണം ഏട്ടെ. ഇതെല്ലാം മാറ്റി തരുന്നുണ്ട്. വാവ ഉള്ളതുകൊണ്ട് അഥവാ വീണ് പോകാനും ചെയ്തിട്ടുണ്ടെങ്കിൽ മേത്തായിപ്പോലെ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇടുന്നുണ്ട്. കറിയൊക്കെ പിന്നെ ഇവിടുന്ന് ഗ്യാസ് വന്നൊക്കെ വെക്കും. ചോറ് എന്താ പുറത്തുണ്ടാക്കി മഴ പെയ്തുകൊണ്ട് നനയുന്നതുകൊണ്ട് ഞാനൊരു ചട്ടി എടുത്തിട്ട് പൊത്തിയതാണ് സിമെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് ചോറ് വെക്കാം കേട്ടോ. ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഇപ്പം പിന്നെ സിമെൻറ്റിൻ്റെ ചാക്കും അതും ഇതൊക്കെ ഉണ്ട്. പണിയെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ അപ്പുറമൊക്കെ വീടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ബേക്കിൽ നമ്മൾ തന്നെ കുടുംബത്തിൽ അവരെ പറമ്പാണ് വരുന്നത്. ഭാവി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിന് ഏട്ടനുണ്ട് ചുമരൊക്കെ നനക്കുന്നുണ്ട്. തേച്ച ഭാഗമല്ല. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറിനൊക്കെ വെള്ളം വെക്കാൻ. ആളിവിടുന്ന് കടന്നിട്ട് കളി തുടങ്ങി കുപ്പച്ചി. കണ്ട കുന്നക്കുരുത്തക്കേടല്ല ഉണ്ടി വെക്ക്. കുന്നക്കുരുത്തക്കേട് കണ്ട. ഏട്ടൻ വെള്ളം നനക്കുന്നുണ്ട്. എനിക്ക് അങ്ങ് പോയിട്ട് എടുക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ ജനലിൻ്റെ ഉള്ളിലേക്കൂടെ ഫോൺ എടുത്തിട്ട് കൈ ഇട്ടിട്ട് അങ്ങനെ എടുക്കുക ഏട്ടാ. ഇയാൾക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. അങ്ങനെങ്കിൽ തീ പറ്റിക്കട്ടെ ഏട്ടാ. സമയമെല്ലാം പോയിക്കൊണ്ടേ ഇരിക്കുമല്ലേ. അച്ഛൻ വെള്ളം നനയ്ക്കുന്ന ഹുമ്പം കണ്ട. തീ പറ്റാതാണ് പണി. എന്നാലും വിറക് നമുക്ക് കുറവായതുകൊണ്ട് എടുക്കട്ടെ അല്ലേ. തീ ശരിക്കായില്ല, പറ്റി വരുന്നേ ഉള്ളൂ. വലിയ എമ്പായതുകൊണ്ട് എനിക്ക് എടുത്തിട്ട് തരണമല്ലോ. ചേട്ടൻ്റെ ഇത് കൊണ്ടെത്തിരുന്നുണ്ട്. ചെറുങ്ങനെ പുകയുന്നേ ഉള്ളൂ അല്ലേ. കത്തൂലേ.
സഹായിച്ചു തരുന്നുണ്ട്. തീ നല്ല പിടിച്ച് വരുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെയല്ല ഒന്ന് ആക്കൽ ഇന്നെന്താ വേണ്ട എങ്ങനെയെങ്കിൽ ഒന്ന് ഒരു വീട് എല്ലാവരും ഒരു സ്വപ്നമല്ലേ അല്ലേ? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കേട്ടോ എൻ്റെ വീടാവുക എന്നുള്ളത്. ഏകദേശം ബേക്ക് ഭാഗമെല്ലാം കണ്ട ഇതായിട്ടുണ്ട്. എൻ്റെ ടൈമിലാണ് ഭാവിയുള്ളത്. നമ്മൾ തീ ശരിക്കും കത്തായിട്ടാകട്ടെ. ഇതിൽ കഷ്ണമെല്ലാം പൊറുക്കി വെച്ച് കത്തിക്കുന്നുണ്ട്. നമ്മളെ ചെറിയൊരു കൊല ഉണ്ണിയാണ്ട് ഭയങ്കര സന്തോഷമായിരിക്കും. വെച്ചാൽ ഉണ്ണിയാട്ടെ നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെ വീടിൻ്റെ പണി തുടങ്ങുന്ന ആ ഒരു ടൈമിങ്ങിലെല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൈഡിലൊക്കെ ഓരോ വാഴ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നിൽ ഇതുപോലെ ഉണ്ടായിരുന്നു പഴം. അവിടെ ചെറിയൊരു മുളക്കഷ്ണം കിട്ടിയിട്ട് അടുപ്പത്ത് വെച്ചാൽ തീപ്പറ്റല്ലോ എന്ന് വെച്ചിട്ട് അതെല്ലാം എടുത്തിട്ട് അതാണ്ടാ പോകുന്നത്. തീ പിടിച്ചിട്ടാണ്. തീ പിടിച്ചിട്ട് പിന്നെ സാറില്ല നല്ല അങ്ങനെ കത്തിക്കൊള്ളുന്നു. ഒന്നാമത് മഴ പെയ്തുകൊണ്ട് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായൊരു നനവ് കത്തുന്നില്ല ശരിക്കും. അതാണ് ഒന്നാമത്. ഏട്ട റൂമിൽ റൂം പകുതി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം അടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ മോട്ടർ ഇട്ട് കൊടുക്കട്ടെ ഒന്ന് പോയിട്ട്. ആ ഇതിട്ടി ഇയാൾക്ക് ഉറക്കമില്ലപ്പ. ഇയാളൊന്ന് ഉറങ്ങിയിട്ട് വേണ്ട എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടിക്കല്. ഈ കുന്നിപ്പെണ്ണ് കത്തുന്നില്ല. അവരെല്ലാം വന്ന് ഇത് കത്തുന്നില്ലപ്പ. ഇവിടെ ഉറങ്ങാണ്ടൊന്നും നടക്കുന്നുമില്ല അല്ലേ നേതുട്ടിയെ? തീ ചെറുങ്ങനെ കത്തി വാവക്ക് പോകുന്നുണ്ട്. ഞാൻ പോട്ടെ വാവക്ക് ഉറപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പണിക്കാരേട്ടന്മാരെല്ലാം വന്ന് പണി തുടങ്ങി കേട്ടാ. നമ്മളെ കഞ്ഞീൻ്റെ എല്ലാം ഇതാ കഞ്ഞി അടുക്കൂടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കറിയൊക്കെ ആക്കാനുണ്ട് കേട്ടോ. ചോറിൻ്റെ കറി അങ്ങനെയൊക്കെ ആക്കാനുണ്ട്. അത് പിന്നെ മോള് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. മോൾ ഉറങ്ങിയ സമയത്താണ് ഇതൊക്കെ വേഗം ആക്കിയത്. അതുകൊണ്ട് കേട്ടോ ആക്കുന്നൊന്നും വീഡിയോ പിടിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കറീൻ്റെ ആക്കണം. വെള്ളരിക്കും പരിപ്പും കൂടെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്കൊക്കെ ഇടം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ആൾ വിചാരിക്കാറ് ഇതെല്ലാം സാധാരണയല്ലേ ഇതൊക്കെ എന്തിനാണ് ഇടുന്നത്. അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പരിപാടിയൊന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ചെന്ന് ഇന്നത്തെ വിശേഷം ഇടാമെന്ന് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഇതിലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊന്നും വലിയ കഷ്ടപ്പാടല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാനൊരിക്കലും എൻ്റെ ഇത് അത്ര വലിയ കഷ്ടപ്പാടെന്നല്ല വരുന്നത്. ഇതിലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തായാലും ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇനി ഉച്ചക്കത്തെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ കഞ്ഞിയൊക്കെ ആയി. അപ്പോൾ ആ സമയത്താട്ടോ ഇത് പിടിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ കഞ്ഞിയൊക്കെ കുടിച്ചതിൻ്റെയാണ് നമുക്ക് ചോറിൻ്റെ പരിപാടി തുടങ്ങേ. അപ്പോഴത്തേക്ക് ഭാവി എണീക്കും കേട്ടോ. എന്താ കുഞ്ഞൂസ് നല്ല ഉറക്കം. ആ സമയത്താണ് കേട്ടോ എൻ്റെ പരിപാടിയൊക്കെ. ഇന്ന് കുറച്ച് ലേറ്റായോളൂ ഉറങ്ങാൻ. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ. വേഗം തന്നെ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. ചോറും കഞ്ഞി പിന്നെ ഒരുമിച്ച് തന്നെ വെക്കാറ്. ഇനിയിപ്പോൾ കറിയാക്കണം, മുട്ടയാക്കണം, ബാക്കിയെല്ലാം എന്താ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് കഞ്ഞി കുടിക്കുക അല്ലേ? നേതൊട്ടി അമ്മയും കഞ്ഞി കുടിക്കുക. പൊയ്ക്കും കഞ്ഞി എടുത്തില്ല, അച്ചാറൊന്നും എടുത്തില്ല. ബാഗ് കുടിക്കണ്ടുണ്ടല്ലേ? അപ്പോൾ നമ്മളെ കഞ്ഞിയുടെയെല്ലാം കഴിഞ്ഞിട്ട് നേതൊട്ടിയുടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങും. ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതിനില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാനെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഇതൊക്കെ കേട്ടോ. അച്ചാറ്, വറവ്, പപ്പടം. ഇഡലിക്കല്ലേ? അങ്ങനെ വൈകിട്ട് ചായ ഇടയ്ക്കുണ്ട്. ചായയും പഴമാണ് കേട്ടോ. ഇനി വെള്ളം എടുത്തുകൊണ്ട് വരാനുണ്ട്. എല്ലാം കൊണ്ടുവച്ച് സെറ്റാക്കി വെക്കണം. നാളത്തേക്കുള്ളതാണ്. ഇപ്പോൾ വൈകിട്ട് തന്നെ വെള്ളമൊക്കെ എടുത്തുകൊണ്ടേക്കും രാവിലത്തേക്ക് വേണ്ടിയിട്ട്. മോൾ ഉറങ്ങുന്ന സമയത്ത് അവരെല്ലാം നോക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഓരോന്നാ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.